സെക്രട്ടേറിയറ്റിൽ അഴിമതിയുടെ വിളനിലമായ PRD വകുപ്പിൽ ശുദ്ധീകരണ സ്ഥലമാറ്റമാണ് നടന്നിരിക്കുന്നത്. PRDയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുന്ന അഡീഷണൽ ഡയറക്ടർ KG സന്തോഷും ഡെപ്യൂട്ടി ഡയറക്ടർ K സുരേഷ് കുമാറുമാണ് ഭരണമാറ്റത്തിൽ സ്ഥാനം തെറിച്ചിരിക്കുന്നത്. അഡീഷണൽ ഡയറക്ടർ സന്തോഷിനെ സുപ്രധാനമായ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പ്രോഗ്രാംസ് ആൻഡ് കൾച്ചറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് കുമാറിനെ പ്രധാനപ്പെട്ട മീഡിയ റിലേഷനിൽ നിന്ന് പിടിപ്പത് കടലാസ് പണിയുള്ള പെൻഷൻ വിഭാഗത്തിലേക്ക് തട്ടിവിട്ടിരിക്കുകയാണ് PD സതീശൻ. BRPന്റെ അസുഖമുള്ള സുരേഷ് കുമാർ പെൻഷൻ വിഭാഗത്തിൽ വന്നാൽ അപേക്ഷകൾ തീർപ്പാക്കാൻ കാലതാമസം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പത്രപ്രവർത്തക യൂണിയൻ. ഇപ്പോൾ വിരമിക്കാൻ 6 മാസം കൂടിയേ ഉള്ളൂ എന്നതിനാലാണ് സുരേഷ് കുമാറിനെ ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റാതെ ഡയറക്ടറേറ്റിൽ തന്നെ നിർത്തിയത്. ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടറായി KP സരിതയെ നിയമിച്ചു. കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന CF ദിലീപ് കുമാറിനെ സെക്രട്ടേറിയറ്റിലെ ഡയറക്ടറേറ്റിൽ സുപ്രധാനമായ മീഡിയ റിലേഷൻ വിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. PRDയിലെ കരാറുകൾ ടെൻഡർ ഇല്ലാതെ കടലാസ് സ്ഥാപനങ്ങൾക്ക് നൽകി കോടികൾ കോഴ പറ്റിയ ഉദ്യോഗസ്ഥ സംഘത്തിനാണ് ഇപ്പോൾ അടിയേറ്റത്. പിണറായിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PM മനോജിന്റെ മകന്റെ പേരിലുള്ള കമ്പനിക്ക് ടെൻഡർ ഒഴിവാക്കി കോടികളുടെ അച്ചടി ദൃശ്യ പ്രചാരണ കരാറുകൾ നൽകിയത് വൻ വിവാദമായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഫീൽഡ് പബ്ലിസിറ്റി ആൻഡ് കൾച്ചറൽ അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന A അരുൺകുമാറിനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റി. സെക്രട്ടേറിയറ്റിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന B ബിനുവിനെ കോഴിക്കോടേക്ക് മാറ്റി. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ആയിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ C അജോയെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. പിണറായി ഭരണത്തിൽ സെക്രട്ടേറിയറ്റിലെ താക്കോൽ സ്ഥാനങ്ങളിൽ കടിച്ചു തൂങ്ങിയിരുന്ന സഖാക്കളെ തെറിപ്പിച്ചുകൊണ്ടാണ് VD സതീശന്റെ തുടക്കം. PRDയിൽ നിന്നും പല തലകളും ഉയരും എന്നതിൽ സംശയമില്ല. കോടികൾ മാത്രം സർക്കാരിനെ പുകഴ്ത്താനാണ് നൽകിയത്. PRD ഡയറക്ടർ സുഭാഷ് IAS അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിൽ വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയും 10 വർഷമാണ് അഴിമതി നടത്തി PRDയെ കുളിപ്പിച്ച് കിടത്തിയത്. അതായത് ഈ ചില തുക്കട ഓൺലൈൻ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. അതായത് 2, 3, 4 മാസം മുമ്പൊക്കെ പൊട്ടിമുളച്ച ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ചില പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഓൺലൈൻ മാധ്യമങ്ങളാണ്. അവരൊക്കെ ഈ ഇടതുപക്ഷത്തിന്റെ ബന്ധം വെച്ചുകൊണ്ട് PRDയുമായി സഹകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ പരസ്യങ്ങളൊക്കെ ഇവർ ഏറ്റെടുക്കുമായിരുന്നു. അതായത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ ഈ LDFനെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ LDFനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഓരോ പരസ്യങ്ങളും ടെൻഡറോ അല്ലെങ്കിൽ കരാറോ ഒന്നുമില്ലാതെ ഈ ലക്ഷങ്ങളാണ് ഈ ചില ചോട്ടാമോട്ട തുക്കട ഓൺലൈൻ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അതിനൊക്കെ വലിയ രീതിയിലുള്ള കമ്മീഷൻ ഈ PRDയിലെ കൊമ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുമായിരുന്നു. അത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിന്റെ വേര് അറുത്തു മാറ്റുമെന്ന് VD സതീശൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് VD സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കൾക്ക്, കുടുംബാംഗങ്ങൾക്കൊക്കെ തോന്നുന്ന രീതിയിൽ കോടികളാണ് വാരി വിതറിക്കൊണ്ടിരുന്നത്. കൂടാതെ പിണറായി വിജയന്റെ ആ ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം ഉണ്ടല്ലോ, ഇടിച്ച മുഖം, അതിനെ ഒന്ന് 10 പേരുടെ മുന്നിലൊന്ന് തുറന്നു കാണിക്കാനായിട്ട് സാറ്റലൈറ്റ് ചാനലുകൾക്കും ഇടതുപക്ഷത്തിന്റെ കൺട്രോളിലുള്ള അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള അവരുമായി ബന്ധമുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കൊക്കെ 10 ലക്ഷമെന്നില്ല, 5 ലക്ഷമെന്നില്ല, അങ്ങനെ ലക്ഷങ്ങൾ വാരി വെതറുകയാണ് PRD ചെയ്തുകൊണ്ടിരുന്നത്. ഈ പണങ്ങളൊക്കെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഇവരെടുത്ത് കൊടുക്കുന്നത്. കൂടാതെ 3ാം പിണറായി സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടി PRD ഒരു വേലത്തരം കാണിച്ചു. അതായത് ഈ പിണറായി വിജയന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മുഖം ഉണ്ടല്ലോ, അതിനെടുത്ത് കേരളത്തിലെ എല്ലാ KSRTC ബസ്സുകളിലും പരസ്യം അങ്ങ് ഒട്ടിച്ചു. അതുവരെ KSRTCക്ക് കിട്ടിക്കൊണ്ടിരുന്ന പുറത്തുനിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പരസ്യങ്ങളെല്ലാം ഇവർ 6 മാസത്തേക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ, അതായത് 10 വർഷ കാലയളവിൽ വൈദ്യുതി മുടക്കമില്ല, 10 വർഷ കാലയളവിൽ കേരളത്തിലെ ഒരു വ്യക്തി പോലും വിശപ്പ് എന്തെന്ന് അറിഞ്ഞിട്ടില്ല, അവർക്ക് പൂർണ്ണമായി ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുന്നു, വൻ വികസനം, സമ്പൂർണ്ണ വികസനം, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പുരോഗതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ക്യാപ്സ്യൂളുകളും ഇറക്കി PRD ഇങ്ങനെ പിണറായി വിജയന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം വെച്ച് ഈ ഫ്ലക്സുകൾ അടിച്ചിങ്ങനെ KSRTC ബസ്സുകൾ ഇങ്ങനെ ഒട്ടിക്കുന്ന പരിപാടിയായിരുന്നു. അതിലും ടെൻഡറുമില്ല, അതിൽ ഒരു തരത്തിലുമുള്ള ടെൻഡറോ അല്ലെങ്കിൽ നീക്കുപോക്കുകളോ ഒരു നിയമവശമായിട്ടുള്ള ഒരു കാര്യങ്ങളും PRD വകുപ്പ് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളൊക്കെ വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ
അവിടെ PRD-യിൽ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനും എഡിറ്റിംഗ് ചെയ്യാനും ഷൂട്ടിംഗ് ചെയ്യാനും ഒക്കെ പല സംവിധാനങ്ങളും പല സ്റ്റുഡിയോ സംവിധാനങ്ങളും ഉണ്ടായിട്ടും അതൊന്നും അവിടെ തന്നെ ഷൂട്ട് ചെയ്യാതെ പുറത്ത് കൊടുത്ത് വലിയ രീതിയിലുള്ള അഴിമതികൾ നടത്തി. അതായത് പുറത്തൊരു ഇപ്പം 1 ലക്ഷം രൂപയ്ക്കാണ് പുറത്ത് വർക്ക് കൊടുക്കുന്ന സമയത്ത് വല്ല 30,000 40,000 രൂപയാണെങ്കിൽ അവിടെ ഉള്ളവന്മാർ 60,000 എഴുതിയെടുത്തിട്ട് ബാക്കി പൈസ ഇവരുടെ പോക്കറ്റിലേക്ക് ആക്കുന്ന അങ്ങനത്തെ വലിയ വലിയ അഴിമതികൾ. കാരണം ഇതിനൊന്നും തെളിയിക്കാനുള്ള തെളിവുകളൊന്നും ഇല്ല എന്നുള്ളത് ഇവർക്ക് നല്ലപോലെ തന്നെ അറിയാം. അങ്ങനെ കാരണം എന്ത് വന്നാലും കൂടെ പാർട്ടിയുണ്ട്, ഇടതുപക്ഷ സംഘടനയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, സസ്പെൻഷനൊന്നും ഉണ്ടാവില്ല, കൂടിപ്പോയാൽ ട്രാൻസ്ഫർ മാത്രം. കാരണം നമുക്കറിയാം PRD-യിൽ ഇരിക്കുന്ന മിക്ക ഉദ്യോഗസ്ഥർക്കും ഈ വിയർപ്പിൻ്റെ അസുഖമുണ്ട്. ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും തന്നെ വിയർപ്പ് കൊണ്ട് നശിക്കാതെ AC-യിൽ ഇരുന്ന് ഇങ്ങനെ സുഖിച്ച് രാവിലെ മുതൽ വൈകുന്നേരം ഒരു 4 മണി വരെയൊക്കെ കടിച്ചു പിടിച്ചിരിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരാണ് PRD വകുപ്പിലുള്ളത്. അവിടെയൊക്കെ ഒരു ശുദ്ധികലശം ഒന്ന് നടത്തി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ മാത്രം സെക്രട്ടേറിയറ്റിൽ ഇരുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ ഏതെങ്കിലുമൊക്കെ കാട്ടുപ്രദേശത്തേക്ക് ട്രാൻസ്ഫർ അടിച്ച് വിടാനാണ് ഇപ്പോൾ VD സതീശൻ ഒരു നീക്കം നടത്തുന്നത്. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.